ഈ തിരുവചനത്തിലൂടെ യേശു അവതരിപ്പിക്കുന്ന നല്ല ഇടയൻ എന്ന സങ്കല്പം കുടുംബ ബന്ധങ്ങളിൽ പകർത്താൻ കഴിയുന്ന ഉത്തമമായ മൂല്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു കുടുംബനാഥനോ അല്ലെങ്കിൽ മാതാപിതാക്കളോ തങ്ങളുടെ കുടുംബത്തിൽ ഒരു നല്ല ഇടയന്റെ ധർമ്മമാണ് നിർവഹിക്കേണ്ടത്. ഈ വചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് അറിയുന്നു എന്നതാണ്. ഇത് കേവലം പേരും വിവരവും അറിയുന്നതല്ല, മറിച്ച് പരസ്പരമുള്ള അഗാധമായ സ്നേഹത്തെയും ആത്മബന്ധത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. പിതാവും പുത്രനും തമ്മിലുള്ള ആഴമേറിയ ബന്ധം പോലെ കുടുംബാംഗങ്ങൾക്കിടയിലും പരസ്പര ധാരണയും തുറന്ന ആശയവിനിമയവും ഉണ്ടായിരിക്കണം. ഓരോ അംഗത്തിന്റെയും കുറവുകളും കഴിവുകളും തിരിച്ചറിഞ്ഞ് അവരെ ചേർത്തുപിടിക്കാനും പ്രതിസന്ധികളിൽ സുരക്ഷിതത്വം നൽകാനും കുടുംബത്തിൽ സ്നേഹത്തിന്റെ വലിയൊരു തണൽ ഒരുക്കേണ്ടതുണ്ട്. സ്വാർത്ഥതയില്ലാത്ത സ്നേഹവും പരസ്പര ബഹുമാനവും പുലർത്തുന്ന ഒരു കുടുംബത്തിൽ മാത്രമേ അംഗങ്ങൾക്ക് തങ്ങൾ സുരക്ഷിതരാണെന്ന ബോധ്യത്തോടെ വളരാൻ സാധിക്കൂ. ചുരുക്കത്തിൽ, നല്ല ഇടയൻ തന്റെ ആടുകളെ എന്ന പോലെ കുടുംബാംഗങ്ങൾ പരസ്പരം മനസ്സിലാക്കി സ്നേഹിക്കുമ്പോൾ ആ കുടുംബം ദൈവകൃപയുള്ള ഒരു കൊച്ചു സ്വർഗമായി മാറുന്നു.